സോളാർ കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പണം നൽകിയിരുന്നതായി സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കളായ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും മുഖേനയാണ് മുഖ്യമന്ത്രി പണം സരിതയ്ക്ക് നൽകിയിരുന്നതെന്നും ഫെനി പറഞ്ഞു. ആര്യാടൻ മുഹമ്മദും അടൂർ പ്രകാശും KC വേണുഗോപാലും പണം നൽകിയെന്നും ഫെനി വെളിപ്പെടുത്തി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സരിതയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന ഫെനി ബാലകൃഷ്ണന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് പുറത്തുവന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ്, KC വേണുഗോപാൽ MP, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവരും സരിതയ്ക്ക് പണം നൽകിയതായി ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. പണമിടപാടിൽ മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരായി നിന്നത് കോൺഗ്രസ് നേതാവും MLA-യുമായ തമ്പാനൂർ രവിയാണെന്ന് വ്യക്തമാക്കുന്ന ഫെനി, തമ്പാനൂർ രവി മുഖേന സരിതയ്ക്ക് ഇപ്പോഴും പണം ലഭിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തുന്നു. ഞാൻ രാത്രി 12 മണിക്ക് എത്തിരി പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുക രാത്രി 2 മണി. ഇത് കഴിഞ്ഞിട്ട് അവിടെ നിയമമാരുടെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് പറഞ്ഞു തുടങ്ങി. രാവിലെ എന്നോട് അങ്ങനെ കൊണ്ടുകൊണ്ട് ഞാൻ കൊടുത്ത് അപ്പം എന്നോട് പറഞ്ഞു ഫെനിക്കുള്ള ഫീസും പിന്നെ ഞാൻ പിന്നെ CM വിളിച്ചു. കുറച്ച് മാസം രാത്രി പുള്ളി വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പുള്ളി പറഞ്ഞ് വേണ്ട സഹായങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. സരിത ജയിലിൽ കഴിഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സംഭാഷണത്തിൽ ഫെനി പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് B നേതാവായിരുന്ന ശരണ്യ മനോജും പണമിടപാടിൽ പങ്കാളിയായിരുന്നു. അടൂർ പ്രകാശ് അഭിഭാഷകനായ ഉണ്ണിത്താൻ മുഖേന 30 ലക്ഷം രൂപയും അബ്ദുള്ളക്കുട്ടി 10 ലക്ഷം രൂപയും നൽകിയതായി ഫെനിയുടെ വാക്കുകൾ തെളിയിക്കുന്നു. എറണാകുളത്ത് നടന്ന പണം കൈമാറ്റത്തിൽ ഇടനിലക്കാരായി നിന്നത് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനായിരുന്നു. അത് പുള്ളി കൂടെ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം ശശി ഞാനും ഒരു മൂന്നൂടെ പോയത്. അടുത്ത കത്തല്ലല്ലേ എൻ്റെ എനിക്കറിയാം. എനിക്ക് ഇവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇവൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. താൻ എഴുതിയതായി സരിത പുറത്തുവിട്ട കത്ത് ആദ്യം എഴുതിയ കത്തായിരുന്നില്ലെന്ന് ഫെനി സൂചിപ്പിക്കുന്നുണ്ട്. സരിത സഞ്ചരിച്ച കാർ എറണാകുളത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത് സരിത തന്നെ ആസൂത്രണം ചെയ്തായിരുന്നെന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. ടീം സോളാർ മാനേജറായിരുന്ന രാജശേഖരന്റെയും വക്കീൽ ഗുമസ്തൻ രഘുവിന്റെയും സാന്നിധ്യത്തിൽ ഫെനി നടത്തുന്ന സംഭാഷണം പുറത്തുവന്നതോടെ സോളാർ കേസിൽ സംസ്ഥാന രാഷ്ട്രീയം ഇതുവരെ കാണാത്ത വഴിത്തിരികളിലേക്ക് നീങ്ങുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സരിതയെ സ്വാധീനിക്കാനായി പണം നൽകിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഫെനിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ ഉണ്ടയില്ലാ വേടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പുതിയ വെളിപ്പെടുത്തലുകൾ അരുവിക്കര തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പറഞ്ഞു. സോളാർ കേസിലെ പരാതിക്കാരനായ ബാബുരാജ് തന്നെ കണ്ടിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിതയെ സ്വാധീനിക്കാനായി താൻ പണം നൽകിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. ഞാൻ ഇപ്പോഴാണ് ഇതിങ്ങനെ കേൾക്കുന്നത് പോലും ഇതായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള യാതൊരുവിധ സംഭവമില്ല. അത് സംബന്ധിച്ചുള്ള ഏത് വാർത്തകളും ഇതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കത്തിനെ കുറിച്ചല്ലേ. ഇപ്പം അത് പറയാത്തത് എന്താ? ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ മാനം രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ആരോപണ വിധേയരായ മന്ത്രിമാരും രാജിവെക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടി നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവും മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ സോളാർ കേസിലെ ആരോപണങ്ങൾ ഉണ്ടയില്ലാ വെടിയാണെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നാണ് വിധി സൂചിപ്പിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പ് നോക്കി കണ്ടുകൊണ്ട് ഇത്തരം ഉണ്ടയില്ലാ വെടികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അരുവിക്കരയിൽ ചെലവാകാൻ പോകുന്നില്ല. കുടുംബാംഗങ്ങളെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി സരിതയെ രക്ഷിക്കുന്നതെന്ന ആരോപണവുമായി PC ജോർജും രംഗത്തെത്തി. മുഖ്യമന്ത്രി വീട്ടിൽ ഇവർ മേടിച്ച കാശിലെ 30 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ട് കൊടുത്തതായിട്ട്. മുഖ്യമന്ത്രി വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല. ന്യൂസ് ഡെസ്ക്. തന്നെ വഞ്ചിച്ചവരുടെ പേരുകൾ കോടതിക്ക് കൈമാറുമെന്ന് സരിത. 3 ദിവസത്തിനകം കോടതിയെ സമീപിക്കുമെന്നും സരിത പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സരിത. കോടതിയെ സമീപിക്കും. അതിന് തെളിവുകൾ ഹാജരാക്കി തന്നെ ചെയ്യും. പല കോണുകളിൽ നിന്ന് സഹായം കിട്ടും, ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. കേസിന്റെ കാര്യത്തിൽ എനിക്കൊരു സഹായം ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല. എനിക്ക് കേസിന്റെ കാര്യത്തിൽ ഒരു സഹായം വേണ്ടതാണ്. ഞാൻ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അറസ്റ്റിലായത് 2012 ജൂൺ 2-ാം തീയതിയാണ്. ഒരു 420 കേസാണ് എനിക്കെതിരെയുള്ളത്. അല്ലാതെ ഒരു 302 കേസല്ല, ഒരു കൊലപാതകമല്ല, സെഷൻസ് രീതിയിലുള്ള ക്രിമിനൽ കുറ്റങ്ങളല്ല, ആരെങ്കിലും കൊന്നത് പിടിച്ചു പറിച്ചത് അങ്ങനെയുള്ള കേസുകളല്ല. ഒരു സാമ്പത്തിക
കുറ്റകൃത്യമാണ് എൻ്റെ പേരിലുള്ളത്. അതിൽ തൂക്കിക്കൊല്ലേണ്ട കേസ് പോലെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇല്ല, എനിക്ക് കേസിന്റെ കാര്യത്തിൽ ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ടാണ് ജാമ്യം വാങ്ങിച്ചത്. എല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. ഒരിടത്ത് പോലും ബെയിൽ പ്ലീഡ് ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് 60 ദിവസത്തിനകത്ത് നോർമലി കുറ്റപത്രം കിട്ടാത്ത കേസുകളിൽ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാത്തടത്തെല്ലാം നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ ചോദിക്കണ്ട. അത് അയാളോട് ചോദിക്കും. അത് ഞാനൊരു കാര്യം പറയട്ടെ, ബിജു രാധാകൃഷ്ണൻ പറയുന്നത്, ഫെനി പറയുന്നത്, ഇന്നലെ രാജശേഖരൻ നായർ പറയുന്നത് എല്ലാം അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അതിലൊന്നും തന്നെ സരിതയ്ക്ക് അഭിപ്രായങ്ങളില്ല. 2, ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും എനിക്ക് സഹായം വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് വഴിവിട്ട് അങ്ങനെ ഒരു പൈസ എനിക്ക് ആരും തന്നിട്ടുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പൈസ മാത്രമല്ലല്ലോ ഒരാൾക്ക് സഹായം കൊടുക്കാൻ, വാഗ്ദാനം നൽകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് മടക്കി തരാമെന്നായിക്കൂടെ. ഒരു ആപത്ഘട്ടത്തിൽ ഇപ്പം നിങ്ങളിൽ നിന്നൊരു കടം വാങ്ങിച്ചു, അത് ആ വ്യക്തിക്ക് ഒരു പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ആ പണം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമെന്നാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ മര്യാദ. ആ മര്യാദ വരട്ടെ. അത് കോടതി. മന്ത്രി അടൂർ പ്രകാശിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വിവിധ ജില്ലകളിൽ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. സോളാർ കേസിലെ പ്രതി സരിത എസ് നായർക്ക് മന്ത്രി അടൂർ പ്രകാശ് സാമ്പത്തിക സഹായം നൽകിയെന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. എന്നാൽ സരിത എസ് നായർക്ക് ഒരു വിധത്തിലുള്ള സഹായവും നൽകിയിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അടൂർ പ്രകാശിന്റെ കോന്നിയിലെ ഓഫീസിലേക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടിക്കെത്തിയ മന്ത്രി അടൂർ പ്രകാശിന് ശക്തമായ യുവജന പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. കണ്ണൂരിൽ റവന്യൂ വകുപ്പിന്റെ പട്ടയമേളക്കെത്തിയ മന്ത്രിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. 10 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ സോളാർ കേസുമായി തനിക്ക് ഒരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഞാൻ 30 ലക്ഷം രൂപ സരിതയ്ക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാനും സരിതയുമായിട്ട് വേറെ ഒരു ബന്ധവുമില്ല. അവരെ ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചിട്ടുണ്ടേ എന്ന് ഞാൻ മറുപടി കൊടുത്തു. അത് എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ കബളിപ്പിച്ചെടുത്തുകൊണ്ട് 10 ലക്ഷത്തിലധികം രൂപ കൊണ്ടുപോയിട്ടുണ്ടേ എന്ന് ആ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞ് ഇവരുടെ നമ്പർ തന്ന് ഇന്നയാളാണ് കൊണ്ടുപോയത്. എനിക്കവരുടെ പേരൊന്നും അറിയില്ല, നമ്പർ അറിയില്ല. ആ ടീച്ചർ എൻ്റെ കയ്യിൽ തന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വിളിച്ചു. എനിക്കെന്താ, സരിതയല്ല വേറെ ആര് ജയിലിൽ കിടന്നത് എനിക്കെന്താ? ഞാൻ സരിതയുടെ ആരുമല്ല. എനിക്ക് സരിതയെ സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം പിന്നെ സരിത ജയിലിൽ കിടക്കും. അവര് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവർ അനുഭവിച്ചോളൂ. കോഴിക്കോട്ടും യുവജനരോഷം മന്ത്രിക്ക് നേരിടേണ്ടി വന്നു. 3 മണിയോടെ കയർഫെഡിന്റെ പരിപാടിക്കെത്തിയ മന്ത്രിയെ 15ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മന്ത്രിയുടെ വാഹനം തടഞ്ഞു നിർത്തിയായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കാണിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് നടുറോഡിലൂടെ വലിച്ചിഴക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം കോഴിക്കോട് കളക്ടറേറ്റിൽ നടക്കുന്ന പട്ടയമേളയുടെ വേദിയിലേക്ക് മന്ത്രി എത്തുന്നതിന് മുമ്പ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിഖിൽ, വരുൺ, സജീഷ് തുടങ്ങിയവരെ പോലീസ് പ്രകോപനമൊന്നുമില്ലാതെ കസ്റ്റഡിയിലെടുത്തത് സംഘർഷത്തിനിടയാക്കി. 4 മണിയോടെ പട്ടയമേളക്കെത്തിയ മന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പ്രതിഷേധ ജ്വാല അവസാനിച്ചില്ല. പട്ടയമേളയിൽ മന്ത്രി സംസാരിക്കുമ്പോൾ 2 പ്രവർത്തകർ കരിങ്കൊടിയുമായി വേദിയിലെത്തി മുദ്രാവാക്യം മുഴക്കി. സോളാർ അഴിമതിയുമായി മന്ത്രി അടൂർ പ്രകാശിന് നേരിട്ട് ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, കോഴിക്കോട്. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് എഴുതിയ വിവാദ കത്ത് ഒതുക്കാനായി 1 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന വീട് സരിതയ്ക്ക് മുഖ്യമന്ത്രി വാങ്ങി നൽകിയെന്നാണ് ഫെനി ബാലകൃഷ്ണന്റെയും വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം മുട്ടടയിലാണ് സരിതയുടേതെന്ന് പറയപ്പെടുന്ന ഈ വീട്. സരിത ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം മുട്ടട 5 മുക്കിലെ പുതിയ വീടാണിത്. സോളാർ കേസിലകപ്പെട്ടപ്പോൾ സരിതയുടെ സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിനിടയിലാണ് 1 കോടി രൂപയിലേറെ വിലമതിക്കുന്ന ഈ പുതിയ വീട് സരിത സ്വന്തമാക്കിയത്. സരിതയ്ക്ക് ഈ വീട് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ്, ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. 23 പേജുള്ള സരിതയുടെ വിവാദ കത്തൊതുക്കാൻ ഉന്നതരാണ് ഈ വീട് വാങ്ങി നൽകിയത് എന്ന ആരോപണമുണ്ട്. അതേസമയം തന്നെ സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയാണ് ഈ വീട് വാങ്ങാനായി പണം നൽകിയത്. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിച്ചതിനിടയിൽ സരിതയ്ക്ക് ഈ വീട് സ്വന്തമാക്കാനായത് ഉന്നതരുടെ ഇടപെടലോടെയാണെന്നത് വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ.
റദ്ദാക്കിയ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ വീണ്ടും നടത്തി ഓഗസ്റ്റ് 17-നകം ഫലം പ്രഖ്യാപിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. പരീക്ഷ നടത്താൻ 3 മാസം സമയം വേണമെന്ന CBSE ആവശ്യം സുപ്രീംകോടതി തള്ളി. MG സർവകലാശാല നടത്തിയ MA മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തിന്റെ ആവർത്തനമെന്ന ആരോപണം. 4ാം സെമസ്റ്ററിലെ നാടകവും സിനിമയും എന്ന വിഷയത്തിലെ ചോദ്യപേപ്പറാണ് ഈ വർഷവും ആവർത്തിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളറോട് ആവശ്യപ്പെട്ടു. 2014 ജൂലൈയിൽ നടന്ന മലയാളം MA 4ാം സെമസ്റ്ററിലെ നാടകവും സിനിമയും എന്ന ചോദ്യപേപ്പറാണിത്. ഓരോ പുറത്തിൽ കവിയാതെ 5 ചോദ്യത്തിന് ഉത്തരമെഴുതുക എന്ന് തുടങ്ങുന്ന 1ാം വിഭാഗത്തിൽ പ്രശ്ന നാടകത്തിന്റെ സ്വഭാവമെന്ത്, എബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ത് തുടങ്ങിയ എല്ലാ ചോദ്യങ്ങളും അതേപടി ആവർത്തിച്ചിരിക്കുന്നു. 2015 ജൂൺ 19 അതേ വിഷയത്തിൽ നടന്ന പരീക്ഷയിൽ 22 ചോദ്യങ്ങൾ ഒരു വ്യത്യാസവുമില്ലാതെ വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നമ്പർ മാത്രം സർവകലാശാല മാറ്റിയിട്ടുണ്ട്. 2014 ചോദ്യപേപ്പറിൽ G2221 ആണ് കോഡ് നമ്പറെങ്കിൽ 2015 G2561 കോഡ് നമ്പർ. MG സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ കോളേജുകളിലും ഉൾപ്പെടെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് MA മലയാളം 4ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയിരിക്കുന്നത്. KM ഉമേഷ്, കൊച്ചി. രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന വിവാദ പരാമർശത്തിൽ മോദിക്കെതിരെ കുത്തുവാക്കുകളുമായി LK അദ്വാനിയുടെ തിരുത്ത്. തന്റെ പരാമർശം കോൺഗ്രസിനെ ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെന്ന് അദ്വാനി വ്യക്തമാക്കി. അതേസമയം നേതാക്കൾ വാജ്പേയിയെ പോലെ വിനയമുള്ളവരാകണമെന്ന് അദ്വാനി കൂട്ടിച്ചേർത്തു. സ്വേച്ഛാധിപത്യമാണ് കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അദ്വാനി പറഞ്ഞു. കേജ്രിവാളുമായി അദ്വാനി നടത്താനിരുന്ന കൂടിക്കാഴ്ച BJP നേതൃത്വം അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ചു. LK അദ്വാനിയുടെ പരാമർശത്തിന് ചുവടുപിടിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ് BJP ദേശീയ നേതൃത്വവും RSSും ഇടപെട്ടത്. ഇതിനെ തുടർന്നാണ് LK അദ്വാനി ഇന്ത്യ ടുഡേ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ അടിയന്തരാവസ്ഥ പരാമർശത്തിൽ വിശദീകരണം നൽകിയത്. പരാമർശങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാക്കിയെങ്കിലും നിലവിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്വാനി ആവർത്തിച്ചു. നേതാക്കളുടെ ധാർഷ്ട്യമാണ് ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്നത്. എല്ലാതരം ഏകാധിപത്യ പ്രവണതകളെയും താൻ എക്കാലവും എതിർത്തിട്ടുണ്ടെന്നും അദ്വാനി വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾ വാജ്പേയിയെ പോലെ വിനയാന്വിതരാകണമെന്നും അദ്വാനി പറഞ്ഞു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവ് പോലും ക്ഷമാപണം നടത്താൻ തയ്യാറായിട്ടില്ല. മുതിർന്ന നേതാക്കൾ ഈ സമയത്തെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്വാനി ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്വാനി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം BJPയെ വെട്ടിലാക്കിയിരുന്നു. നിലവിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് പക്വതയില്ലെന്ന അദ്വാനിയുടെ നിരീക്ഷണം മോഡിക്കെതിരെയാണ് എന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കിയിരുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്വാനിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നെങ്കിലും ഇതും RSS BJP നേതൃത്വത്തിന്റെ ശാസനയെ തുടർന്ന് ഉപേക്ഷിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുത്തതോടെ അരുവിക്കരയിൽ പ്രചാരണ രംഗം കൂടുതൽ ഊർജിതമായി. പ്രധാന സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. സോളാർ വിവാദവും പുതിയ വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രചാരണ വിഷയം. ആദ്യ ദിവസങ്ങളിൽ പ്രചാരണം G കാർത്തികേയന്റെ ഓർമ്മകളിൽ കേന്ദ്രീകരിക്കാനായിരുന്നു UDF നേതൃത്വം ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ അതിവേഗം രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. സോളാർ സംബന്ധിച്ച കോടതി വിധിയും പുതിയ വെളിപ്പെടുത്തലും കൂടിയെത്തിയതോടെ സോളാറായി മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം. മുഖ്യമന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടെ അരുവിക്കരയിൽ സോളാർ കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയും BJPയും രംഗത്തെത്തി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും BJP വക്താവ് VV രാജേഷും വാർത്താസമ്മേളനം നടത്തിയതോടെ UDF നേതൃത്വം സമ്മർദ്ദത്തിലായി. PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ മുന്നണി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആര്യനാട് പ്രകടനം നടത്തി. ഇതിനിടെ സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികളും പുരോഗമിക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥി M വിജയകുമാർ തൊളിക്കോട് പഞ്ചായത്തിലെ 41 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ ഉഴമലക്കൽ പഞ്ചായത്തിലായിരുന്നു പര്യടനം നടത്തിയത്. O രാജഗോപാൽ കുറ്റിച്ചൽ പഞ്ചായത്തിൽ വോട്ടർമാരെ നേരിൽ കാണാനെത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങി പ്രമുഖ നേതാക്കളൊക്കെയും ഇന്ന് മണ്ഡലത്തിൽ സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. വായനാ വാരാഘോഷത്തിൽ കുട്ടികൾക്ക് സന്ദേശവുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള വായനയിലേക്ക് വിദ്യാർത്ഥികൾ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം താൻ കണ്ട ഒരു സ്വപ്നവും കുട്ടികളോട് മമ്മൂട്ടി പങ്കുവച്ചു. രംഗകലയ്ക്കുള്ള ഈ വർഷത്തെ പ്രൊഫസർ G ശങ്കരപിള്ള സ്മാരക അവാർഡ് PJ രാധാകൃഷ്ണന്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 22-ന് സംവിധായകൻ ശ്യാമപ്രസാദ് സമ്മാനിക്കും. പ്രൊഫസർ G ശങ്കരപിള്ളയുടെ ചിത്രശലഭങ്ങൾ എന്ന നാടകവും പുരസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് അവതരിപ്പിക്കും.
തിരൂരിലെ ജ്വല്ലറികൾ സ്വർണ്ണാഭരണങ്ങൾ കടം നൽകുന്നത് അവസാനിപ്പിച്ചെന്ന് ജ്വല്ലറി ഉടമകളുടെ സംഘടന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ നിന്ന് ആഭരണങ്ങൾ കടമെടുത്തയാൾ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. സഹകരണ സംഘം മുൻ ജോയിന്റ് രജിസ്ട്രാർ ആർ സുകുമാരൻ നായർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 7:30 പെരപ്പൻകോട് പുന്നപുരം വീട്ടുവളപ്പിൽ നടന്നു. കൈരളി TV സീനിയർ ജനറൽ മാനേജർ എസ് രാജീവ്, മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ എസ് രമേശ് എന്നിവർ മക്കളാണ്.